മക്കളെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈനോമിയൽ തിയറത്തിൽ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അതായത് റിമൈൻഡർ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രിക്ക്. റിമൈൻഡർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2⁻20 23യെ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്ര എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ആ ഒരു ഐറ്റം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിപാടി. അത് സാധാരണ ബൈനോമിയൽ തിയറത്തിൻ്റെ a+b² എക്സ്പാൻഷൻ ഉണ്ടല്ലോ, ആ എക്സ്പാൻഷൻ ബേസ് ചെയ്തിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. ആ ഒരു മെത്തേഡ് നമ്മളൊന്ന് പറയും. അതിന് പുറമെ ഒരു ഫെർമാറ്റ്സ് ലിറ്റിൽ തിയർ ഉണ്ട്. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറത്തിൽ സംഗതി ഒരു a⁻n ഈസ് കോൺഗ്രുവൻറ്റ് ടു a mod p എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോൾ ചില കുട്ടികൾക്ക് അതൊരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു അറേഞ്ച്മെൻ്റ് ഒക്കെ വരുത്തിയിട്ട് അതിനെ വേറെ രൂപത്തിൽ കുറച്ചും കൂടി ട്രിക്കായിട്ട് തോന്നുന്ന രൂപത്തിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാണ് പറയാം. അപ്പോൾ അതൊരു ട്രിക്കായിട്ട് മാറും. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് ഒക്കെ കണ്ടെത്താൻ പറ്റും. ആ രണ്ട് രീതിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, റിമൈൻഡർ പ്രോബ്ലം ചെയ്യാനുള്ള കോൺസെപ്റ്റ്. ഏതായാലും ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത് കാണിക്കാം. ദ റിമൈൻഡർ വെൻ 2⁻2025 ഈസ് ഡിവൈഡഡ് ബൈ 7. 2⁻2025നെ 7 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നാണ് ചോദ്യം. നമ്മൾ സാധാരണ ഇത് ചെയ്യൽ എന്താണെന്നറിയോ, നമ്മൾ 2 നമ്മോട് ചോദിച്ചത് 2 2⁻2025 ആണ്. ഇതിൽ 7 അടുത്തടക്കുന്നത് 2 ഏതാണെന്ന് നമ്മൾ നോക്കും. അതായത് നമ്മൾ 2⁻1 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്, 2² എന്ന് പറഞ്ഞാൽ അത് 4 ആണ്, 2³ എന്ന് പറഞ്ഞാൽ അത് 8 ആണ്. ഏറ്റവും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക നമ്മുടെ ഈ 2 ആയിട്ടുള്ള നമ്പർ ഈ 7 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യണത്. ഈ 7 ഒന്ന് കൂടുതലോ ഒന്ന് കുറവാണെങ്കിലാണ് ക്വസ്റ്റ്യൻ ഏറ്റവും എന്ത് ചെയ്യുക എളുപ്പമായിട്ട് മാറുക. അപ്പോൾ ഇവിടെ 2 ഇതിനേക്കാൾ ഒന്ന് കൂടുതലുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 2³ എന്ന് പറയുമ്പോൾ 8 ആണ്. ഈ 8 എന്ന് പറയുമ്പോൾ 7+1 ആണെന്ന് എഴുതാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി, നമ്മോട് ചോദിച്ച ചോദ്യം 2⁻2025 ആണ്, 2³ ആണ് 8 എന്നറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2³ ഈ 2025 എത്ര പ്രാവശ്യം 2 പോകും നോക്കും. അതായത് 3 എന്താണ് 2025 നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുക, ഈ 20ൽ 3 എത്ര പ്രാവശ്യം പോകും, 6 ടൈംസ് പോകും അല്ലേ. അപ്പോൾ 6 ടൈംസ് പോകും. അതിൽ റിമൈൻഡർ 80ലാണ് പോവുക, റിമൈൻഡർ 2 ഉണ്ടാകും. 22ലോ 7 ടൈംസ് പോകും. അതിൽ 21ലാണ് പോവുക, റിമൈൻഡർ എത്രയാണ്, റിമൈൻഡർ എന്ന് പറയുമ്പോൾ അത് 1 ആയിരിക്കും. 50ൽ 5 ടൈംസ് പോകും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 675 എന്നാണ് വരിക. ഈ 2³ എന്ന് പറഞ്ഞാൽ അത് 8⁻675 ആണല്ലോ. ഈ 8നെ നമുക്ക് എന്ത് ചെയ്താം, 7+1 675 എന്ന് എഴുതാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. a+b² എന്താ, a+b² എന്ന് പറയുമ്പോൾ nc0 a⁻n പ്ലസ് nc1 a⁻n-1b പ്ലസ് nc2 a⁻n- 2b² പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് ncn b⁻n. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്, എൻ്റെ പവർ ആദ്യം മാക്സിമം ആണ് a⁻n, പിന്നെ എൻ്റെ പവർ കുറഞ്ഞ് അവസാനത്തെ ടേമിൽ a ഇല്ലാതായി. ബിയുടെ പവർ ഉണ്ടായിരുന്നില്ല, പക്ഷെ ബിയുടെ പവർ കൂടി അവസാനത്തിൽ മാക്സിമത്തിലേക്ക് എത്തി. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അവസാനത്തെ ടേം ഒഴികെ ബാക്കി എല്ലാ ടേംസിലും എ ഉണ്ടാവൂലേ. ആ എനെ നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. എനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, a ഇൻറ്റു സംതിങ് പ്ലസ് ലാസ്റ്റ് ടേം മാത്രം അതിൽ എന്ത് ചെയ്യും അങ്ങനെ കിടക്കും, അത് b⁻n ആയിരിക്കും. ഈ രൂപത്തിൽ നമുക്ക് എഴുതാലോ, a ഇൻറ്റു സംതിങ് പ്ലസ് b⁻n. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്ക് പകരം 7 ആണ്, ബിക്ക് പകരം എന്താണ് 5 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 7 എന്നുള്ള ടേം ലാസ്റ്റ് ടേം ഒഴികെയുള്ള ബാക്കി എല്ലാത്തിലും ഉണ്ടാകൂലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെ എഴുതും, 7 ഇൻറ്റു സംതിങ് പ്ലസ് ലാസ്റ്റുള്ള ടേം ഏതാ b⁻n എന്ന് പറഞ്ഞ പോലെ 1�675 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് 7m+1, അതായത് 2⁻2025 എന്നുള്ള നമ്പർ 7ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണ്. 7ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടിയൊരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ഏതായിരിക്കും, റിമൈൻഡർ ഈസ് 1 ആയിരിക്കും റിമൈൻഡർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി. ഇനി ഇതേ സംഗതിയെ തന്നെ ഞാൻ വേറെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതാണ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറത്തിൻ്റെ കോൺസെപ്റ്റ്. ലിറ്റിൽ തിയറം വേറെ രൂപത്തിലാണ് പറയുന്നത്, ജസ്റ്റ് ട്രിക്ക് മാത്രം മനസ്സിലാക്കുക. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് 2⁻25 എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് കാണേണ്ടത്. ഞാൻ ചെയ്യുന്ന പരിപാടി, ഇവിടെ
ഇതിൻ്റെ താഴെയുള്ളത് ഒരു പ്രൈം നമ്പർ ആകണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. അതായത് ഫെർമാറ്റ് തിയറത്തിൽ ഈ താഴെയുള്ളത് പ്രൈം നമ്പർ ആകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പുതിയൊരു നമ്പർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഫെർമാറ്റ്സ് നമ്പർ. എന്ത് നമ്പർ? ഫെർമാറ്റ്സ് നമ്പർ എന്ന് പേരെടുത്തു ഞാൻ. ഫെർമാറ്റ്സ് നമ്പർ F = P-1 ആണ്. ഇവിടുത്തെ P എന്ന് പറയുമ്പോൾ 7 ആയതുകൊണ്ട് 7 - 1 6 വരൂലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഈ 2⁻2025 ഇല്ലേ, മുകളിലുള്ള 2025നെ ഈ ഫെർമാറ്റ്സ് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതായത് 2025 ഡിവൈഡഡ് ബൈ ഫെർമാറ്റ്സ് നമ്പർ 6. അതായത് 2025നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കാം. 2025നെ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 20ൽ 6 3 ടൈംസ് പോകും. അവിടെ റിമൈൻഡർ എത്രയാണ്? 20ൽ റിമൈൻഡർ 2 ആണ്. പിന്നുള്ളത് 22 ആണ്. 22ലും 3 ടൈംസ് പോകും, 80ലാണ് പോവുക. അവിടെ റിമൈൻഡർ 4 ആണ്. 45 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42ൽ പോകും. അവിടെ റിമൈൻഡർ എത്ര ആയിരിക്കും? റിമൈൻഡർ 3 അല്ലേ കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 2 നമുക്ക് കിട്ടിയ റിമൈൻഡർ ബൈ 7 എഴുതാം. അതായത് 2⁻2025നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറും 2³ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറും സെയിം ആയിരിക്കുന്നു. 2³ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 8 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1 അല്ലേ. 1 ഈസ് എ ഫൈനൽ ആൻസർ തന്നെയാണല്ലോ നേരത്തെയും കിട്ടിയത്. ഇതാണ് ഫെർമാറ്റ്സ് തിയറം വെച്ചിട്ടുള്ള ട്രിക്ക്, ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം വെച്ചിട്ടുള്ള ട്രിക്ക്. റെഡി? അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ജെഇമെയിന് ചോദിച്ചൊരു ചോദ്യമാണ് 2022 ചോദിച്ചത്. ദ റിമൈൻഡർ വെൻ 3⁻2022 ഡിവൈഡഡ് ബൈ 5. 3⁻2022നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? അതായത് ഞാൻ അതിൻ്റെ റെഗുലർ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3⁻1 എന്താ? അത് 3 ആണ്. 3² എന്താ? അത് 9 ആണ്. 3³ അത് 27 വരും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5ഉമായിട്ട് പിന്നെ അടുത്ത് നിൽക്കുന്നത് 5ൻ്റെ മൾട്ടിപ്പിളുമായിട്ട് അടുത്ത് നിൽക്കുന്നത് 3² അല്ലേ, 9 ആണ്. 10 - 1 എന്ന് എഴുതിക്കൂടെ? 10 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. 10ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3² എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ 3⁻2022നെ ഞാൻ 3² എന്ന് എഴുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9⁻1011 എന്ന് വന്നാൽ അത് 10 - 1 എന്ന് വരും. നമുക്കറിയാം അവസാനത്തെ ടേം ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിലും ആരുണ്ടാകും? 10 ഉണ്ടാകും. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണ്? ഈ a-b രൂപത്തിലായതുകൊണ്ട് a-b⁻n നമുക്കറിയാം ആദ്യം NCN a⁻n, ദെൻ -NC1 a⁻n-1b പ്ലസ് NC2 × a⁻n-2b² മൈനസ് അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് പ്ലസ്സും മൈനസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ടേമിൽ എന്താണ്? പ്ലസ് ആണ്, പിന്നെ അത് മൈനസ് ആണ്, പിന്നെ പ്ലസ് ആണ്, പിന്നെ മൈനസ് ആണ്. ആ രൂപത്തിലാണ് വരിക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് a+b⁻n എത്ര ടേംസ് ഉണ്ടാവും? നമ്പർ ഓഫ് ടേംസ് = n+1 അല്ലേ. ഇൻഡെക്സ് n ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് n+1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1011 ആണ് ഇൻഡെക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്ര? നമ്പർ ഓഫ് ടേംസ് 1012 ആണ്. ഈവൻ നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. ഈവൻ നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് എക്സെട്ര പ്ലസ് മൈനസ് ലാസ്റ്റുള്ള ടേം എന്തായിരിക്കും? മൈനസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ടേം ഒഴികെ ബാക്കിയുള്ളതിലെല്ലാം ഈ 10 കോമൺ ആയതുകൊണ്ട് 10നെ ഞാൻ കോമൺ ആയിട്ട് ഔട്ട്സൈഡിലേക്ക് എടുക്കും. പിന്നെ അവസാനം വരുന്ന ടേം എന്തായിരിക്കും? 1⁻1011 ആയിരിക്കും. വിച്ച് മീൻസ് ഇതൊരു 10ൻ്റെ മൾട്ടിപ്പിളിനേക്കാളും 1 കുറവാണ്. 10ൻ്റെ മൾട്ടിപ്പിളൊക്കെ 5ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 5ൻ്റെ മൾട്ടിപ്പിൾസിനേക്കാളും ഈ 5ന് വേറൊരു മൾട്ടിപ്പിൾ എന്നാക്കാണെങ്കിൽ 5 × 2m അല്ലേ, അത് 5λ - 1. 5ൻ്റെ മൾട്ടിപ്പിളിനേക്കാളും 1 കുറഞ്ഞ എല്ലാ ടീമും 5ൻ്റെ മൾട്ടിപ്പിളിനേക്കാളും 4 കൂടിയതാവൂലേ. റിമൈൻഡർ എന്ന് പറയുമ്പോൾ നമ്മളത് സംതിങ് പ്ലസ് എന്നുള്ള രൂപത്തിൽ എഴുതുമ്പോഴാണ് റിമൈൻഡർ കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക 5ൻ്റെ മൾട്ടിപ്പിളായ എല്ലാ ടീമും ഇപ്പോൾ അതെന്തായിരിക്കും? 5ൻ്റെ മൾട്ടിപ്പിളിനേക്കാളും 4 കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ 9 5ൻ്റെ മൾട്ടിപ്പിളായ 10നേക്കാൾ 1 കുറവാണ്, പക്ഷെ അത് 5നേക്കാൾ 4 കൂടുതലല്ലേ. 19 5ൻ്റെ മൾട്ടിപ്പിളായ 20യേക്കാൾ 1 കുറവാണ്, പക്ഷെ അത് 15നേക്കാളും 4 കൂടുതലാണ്. അപ്പോൾ നമുക്ക് 5ൻ്റെ മൾട്ടിപ്പിളിനേക്കാളും 4 കൂടുതലാണെന്ന് പറയാൻ പറ്റും. ദാറ്റ്സ് വൈ ദ റിമൈൻഡർ ഹിയർ ഇറ്റ് ഈസ് 4. റെഡി അല്ലേ? 4 ആണെന്ന് കിട്ടും. പ്രശ്നമില്ലല്ലോ. ഇതേ ക്വസ്റ്റിനെ ഞാൻ ഫെർമാറ്റ്സ് തിയറം പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ്
3/2022 അതിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഇവിടുത്തെ താഴെയുള്ള പ്രൈം നമ്പർ പി ആണ്. അപ്പോൾ നമ്മൾ ഫെർമാറ്റ്സ് നമ്പർ നോക്കും. ഫെർമാറ്റ്സ് നമ്പർ P-1 വിച്ച് ഈസ് 5-1, അത് 4 ആണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യണത് ഈ 2022നെ, അതായത് ഇതിൻ്റെ പവറിനെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് നോക്കും. റെഡി? എന്താണ് റിമൈൻഡർ? 20ൽ 4 കറക്റ്റ് പോകും. 20ൽ 4 കറക്റ്റ് പോകും. പിന്നെ 2ൽ പോകില്ല. 22ൽ എന്താ റിമൈൻഡർ 2 അല്ലേ വരിക? അതുകൊണ്ട് ഹിയർ ദ റിമൈൻഡർ ഈസ് 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനോട് ഈക്വലാണ് ഏത് ക്വസ്റ്റ്യൻ? 3/2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നുള്ള ക്വസ്റ്റ്യൻ. 3/3² എത്ര? 9. 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ ഹിയർ ഇറ്റ് ഈസ് 4 ആണ്. സെയിം ആൻസർ അല്ലേ കിട്ടുന്നത്? കണ്ടോ? ഈസി ആയിട്ട് ചെയ്തൂടെ? ഈസി ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ് അല്ലേ? 2021/2023. ഇടങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫെർമാറ്റ് സീറോ ഉപയോഗിച്ച് കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ ഫെർമാറ്റ് സീറോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ നമ്പറിനെ ഈ ഫെർമാറ്റ് നമ്പറായ P-1നെ കൊണ്ട്, അതായത് 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്നാണ് ചോദ്യം. സപ്പോസ് റിമൈൻഡർ 1 കിട്ടുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇനി റിമൈൻഡർ ഇപ്പോൾ ഒരു 3 ഒക്കെ കിട്ടുകയാണെങ്കിലോ 2021ൻ്റെ ക്യൂബ് നമ്മൾ കാണേണ്ടി വരും. മറ്റേ പോലെ എളുപ്പമാവില്ല. ഇവിടെ 3² കണ്ടതുപോലെ എളുപ്പമാകില്ല 2021ൻ്റെ സ്ക്വയർ കാണാൻ. അതുകൊണ്ട് രണ്ട് മെത്തേഡ് മിക്സഡായിട്ട് ഉപയോഗിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ട്രഡീഷണൽ മെത്തേഡ് ഉണ്ടല്ലോ, ട്രഡീഷണൽ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 7നെ കൊണ്ടല്ല അവിടെ ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ 2021 എന്ന് തന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ എന്തായിരിക്കും കിട്ടുക? റിമൈൻഡർ എന്താണെന്ന് ചിന്തിക്കുക. അതായത് ഞാൻ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 20യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുക. അവിടെ റിമൈൻഡർ 6 ആണ്. 62 നോക്കുകയാണെങ്കിൽ 62 ചെയ്ത് കഴിഞ്ഞാൽ 62ൽ 56ൽ പോകും അല്ലേ? 8 ടൈംസ് പോകും. അപ്പോൾ റിമൈൻഡർ എത്ര വരും? 62 56 ആകുമ്പോൾ 6 അല്ലേ വരിക? ദെൻ 61ലും 8 ടൈംസ് പോകും. അവിടെ റിമൈൻഡർ എത്ര വരിക? 61 ആകുമ്പോൾ 5 അല്ലടാ വരിക? 5/7. അതിനർത്ഥം എന്താ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 കിട്ടും എന്ന് പറഞ്ഞാൽ ഈ 2021 എന്ന് പറഞ്ഞാൽ 7ൻ്റെ മൾട്ടിപ്പിളിനേക്കാളും 5 കൂടുതലാണെന്നല്ലേ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റീഡിഫൈൻ ചെയ്യും. 2021/2023 എന്നുള്ള ക്വസ്റ്റ്യനെ ഞാൻ 7m + 5 all/2025 നോക്കും. എന്നിട്ട് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷനിൽ അറിയാം, ആ അവസാനത്തെ ടേം ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിലും 7m ഉണ്ടാവും. അതുകൊണ്ട് 7mനെ കോമൺ ആക്കി എടുക്കാം. ഞാൻ 7m എന്ന് ചിന്തിക്കണില്ല, 7നെ കോമൺ ആക്കി എടുത്തു. അപ്പോൾ 7 × സംതിങ് പ്ലസ് ലാസ്റ്റ് എന്തായിരിക്കും? 5/2025. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിളിനേക്കാളും എത്ര കൂടുതലാണെന്നാണ് കാണേണ്ടത്. ഇത് ഓൾറെഡി ഈ ടേം ഓൾറെഡി 7ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി ഇതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏത് രൂപത്തിലായി? അതായത് 5/2025നെ 2025 അല്ലേ? 2023 അല്ലേ? ഇവിടെ 2023 ആണ്. അപ്പോൾ 2023 യെസ് 2023 അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? 2023 ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? 5നെ കൊണ്ട് 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ കാണണം. എന്താണ് വരിക? ഇവിടുത്തെ പി ഫെർമാറ്റ്സ് നമ്പർ എത്ര? P-1 പ്രകാരം 6 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കും, ഇവിടെ ഇതിനെ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2023യെ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് നോക്കും. 20യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 2 ആണ് റിമൈൻഡർ. 22നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിമൈൻഡർ? 22നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 ആയിരിക്കും. 43നെ ഡിവൈഡ് ചെയ്യുമ്പോഴോ 42ൽ പോകും. 43നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5/1/7 എന്നുള്ള രൂപത്തിൽ വരും അല്ലേ? 5നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 5നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 5 അല്ലേ? 5 ഈസ് എ ഫൈനൽ ആൻസർ. റെഡി? അങ്ങനെ വരും. പ്രശ്നമില്ലല്ലോ, ഈസി ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് കടന്നു. ഏത്? രണ്ടെണ്ണത്തിൻ്റെ സമ്മ് ഈസി ആയിട്ട് ചെയ്യാം, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇനി ഞാൻ ഫെർമാറ്റ് സീറോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാധാ ചെറിയ നമ്പറിൻ്റെ റേസ്റ്റ് വരുമ്പോൾ ഫെർമാറ്റ് സീറോ ആണ് നല്ലത്. പക്ഷേ അടിയിലുള്ള എന്താവണം? ഒരു പ്രൈം നമ്പർ ആകണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്.
അപ്പോൾ അങ്ങനത്തെ സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് കാണാം. 7/2022 ബൈ 5. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കും ഇവിടുത്തെ ഫെർമാറ്റ്സ് നമ്പർ എത്രയാണ്. P-1 പ്രകാരം ഡിവൈഡ് ചെയ്യുന്ന പ്രൈം നമ്പർ 5 ആയതുകൊണ്ട് 5 - 1 4 ആണ്. 2022നെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? അതായത് നിങ്ങൾ ചിന്തിക്കും 20ൽ 4 കറക്റ്റ് പോകും, അപ്പോൾ റിമൈൻഡർ 0 ആണ്. 22ൽ നോക്കുകയാണെങ്കിൽ 20ൽ പോകും, അവിടെ റിമൈൻഡർ 2 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7²/5 എന്ന് വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് 7²നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നാണ് ചോദ്യം. അതായത് 7² എന്ന് പറയുമ്പോൾ 49 അല്ലേ. 49നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45ൽ കറക്റ്റ് പോകും. ഇവിടെ കിട്ടുന്ന റിമൈൻഡർ എത്ര ആയിരിക്കും? 4 അല്ലേ വരിക. ഇവിടുത്തെ റിമൈൻഡർ 4 കിട്ടി. ഇനി അടുത്ത ടേം 3/2022 അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്ന് ചിന്തിക്കും. അപ്പോൾ ഇവിടെയും 2022നെ ഫെർമാറ്റ്സ് നമ്പറായ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? 3² എന്നുള്ള രൂപത്തിൽ മാറും അല്ലേ. 3²/5. 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? അതും 4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ്, ഈ രണ്ട് ടേമിൻ്റെ സമ്മിൻ്റെ റിമൈൻഡർ അല്ലേ. അപ്പോൾ ഇവരെ തമ്മിൽ സമ്മ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുക 4 + 4 എത്ര? 8 ആണ്. 8 എന്ന് പറയുമ്പോൾ ഈ 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര? റിമൈൻഡർ 3 അല്ലേ വരിക. റിമൈൻഡർ ഹിയർ ഇറ്റ് ഈസ് 3. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കണ്ടോ, ഈസി ആയിട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫെർമാറ്റ്സ് തിയറി ഉപയോഗിക്കുക. ഇനി നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? സ്വന്തം സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യും. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു അടിപൊളി ട്രിക്കാണ്.